ഹലോ, ഇന്നൊരു ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. പലതരത്തിലുള്ള ഊത്തപ്പമുണ്ട്. ഓനിയൻ, ടൊമാറ്റോ, മിക്സഡ് വെജിറ്റബിൾ ഊത്തപ്പം, അതുപോലെ തന്നെ ചിക്കനൊക്കെ ചേർത്തിട്ടുള്ള ഊത്തപ്പം, മുട്ട ചേർത്തിട്ടുള്ള മുട്ട ഊത്തപ്പം. ഇവിടെ ഞാൻ മിക്സഡ് വെജിറ്റബിൾ ഊത്തപ്പവും മുട്ട ഊത്തപ്പവുമാണ് ചെയ്ത് കാണിക്കുന്നത്. ഇനിയൊരു ബൗളിലേക്ക് കുറച്ച് പച്ചക്കറി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഒരു അരമുറി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്, ഒരു പകുതി ഉള്ളി സവാള ചെറുതായി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു പകുതി തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തെടുത്തത്, ഒരു വലിയ പച്ചമുളക് നേരിയത് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തത്, കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഈ പച്ചക്കറിക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓൾറെഡി ദോശമാവിൽ ഉപ്പ് ചേർത്ത് നമ്മൾ റെഡിയാക്കി വെച്ചതാണ്. ഇനിയൊരു ദോശ തവ ചൂടാക്കാൻ ഓൾറെഡി വെച്ചിരുന്നു. ഇതിലേക്ക് 2 വലിയ സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. തിക്കായിട്ട് തന്നെയാണ് ഇതിൻ്റെ ബേസ് നമ്മൾ തയ്യാറാക്കേണ്ടത്. കുറച്ച് തിക്കായിട്ട് പരത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറി കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കാം. നല്ലവണ്ണം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ദോശമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതൊന്ന് ലൈറ്റായിട്ട് അമർത്തി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പച്ചക്കറി വേറിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ പശുവിൻ നെയ്യും കൂടി നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് അടച്ചൊന്ന് വേവിച്ചെടുക്കാം. വീണ്ടും ഒന്ന് മറിച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ദോശമാവ് ഇവിടെ ഞാൻ തയ്യാറാക്കിയത് 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് എടുത്തു. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു. അത് നന്നായി അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ചോറ് കൂടി ചേർത്ത് അരച്ചെടുത്തതാണ്. അങ്ങനെ രാത്രി അരച്ച് വെച്ച് പിറ്റേന്നാണ് മാവ് ഊത്തപ്പത്തിനായി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ ഊത്തപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി മുട്ട ഊത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ബൗളിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ഫോർക്ക് വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 സ്പൂണ് വലിയ സ്പൂണ് മാവ് ദോശമാവ് ഒരു പാത്രത്തിലേക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു ഫോർക്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് മുട്ട ഊത്തപ്പത്തിൻ്റെ ബേസ്. മുട്ട ചേർത്തുള്ള ഊത്തപ്പമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അത് തവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ദോശ അല്ലെങ്കിൽ ഊത്തപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കാൻ പാടില്ല. അടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതും വളരെ തിക്കായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന പച്ചക്കറികളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. 2 ഊത്തപ്പം തയ്യാറാക്കാനുള്ള പച്ചക്കറിയാണ് ഞാൻ അരിഞ്ഞെടുത്തിരുന്നത്. ഒരു സ്പാച്ചുല വെച്ച് ഇതൊന്ന് അമർത്തി കൊടുക്കാം. സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ മിക്സഡ് ഊത്തപ്പം ഉണ്ടാക്കിയ അതേ പ്രോസസ്സ് തന്നെയാണ് മുട്ട ഊത്തപ്പത്തിനും വേണ്ടത്. കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സഡ് ഊത്തപ്പം അതുപോലെ തന്നെ മുട്ട ഊത്തപ്പം കുട്ടികൾക്ക് കഴിക്കാൻ വളരെ ഇഷ്ടമുള്ളതായിരിക്കും. ഇതിന് കറിയൊന്നും പ്രത്യേകിച്ച് വേണ്ട. അഥവാ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ കൂടെ സാമ്പാറോ ചട്നിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ മിക്സഡ് വെജിറ്റബിൾ ഊത്തപ്പം അതുപോലെ തന്നെ മുട്ട ഊത്തപ്പം തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.